ഹായ് ഓൾ വെൽക്കം ടു ദ പ്രീ മാർക്കറ്റ് അനാലിസിസ് ഓഫ് ഗോൾഡ് ആൻഡ് ബിറ്റ് കോയിൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഗോൾഡിൻ്റെ ബിറ്റ് കോയിൻ്റെ എക്സാക്ട്ലി സെയിം മൂവ്മെൻറ്റ്സും കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് വീക്കിലോട്ടുള്ള ഗോൾഡിൻ്റെ ബിറ്റ് കോയിൻ്റെ എൻ്റെ വ്യൂസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് പറയാം. കഴിഞ്ഞ വീക്കിൽ ഗോൾഡിൽ കുറച്ച് പ്രോഫിറ്റ്സും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ അനാലിസിസും കാര്യങ്ങളും ഉണ്ട്. ആൻഡ് ഇതെല്ലാം എൻ്റെ വ്യൂസും എൻ്റെ അനാലിസിസും ആണ്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാത്രം എടുക്കുക. മൈ നെയിം ഈസ് ഹരികൃഷ്ണ. ഐ എം എ ക്രിപ്റ്റോ ആൻഡ് ഫോറക്സ് ട്രേഡർ. വെൽക്കം ടു മാർക്കറ്റ് ട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ നേരെ ഗോൾഡിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലെ ചാർട്ടിലോട്ട് വരുവാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഇവിടെ ഒരു ലോ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത പ്രൈസ് മൂവ് ചെയ്യുമായിരുന്നു. ആൻഡ് പ്രൈസ് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിലോട്ടുള്ളൊരു മൊമെൻറ്റോ എക്സ്പെക്ട് ചെയ്യാം. ഇതാണ് ഞാൻ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കുവാണെങ്കിൽ എക്സാക്ട്ലി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു സപ്പോർട്ട് ഏരിയ ഏകദേശം 3250 മുതൽ 3237 എന്ന് പറഞ്ഞ ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് പ്രൈസ് അപ്പ് സൈഡിലോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏരിയയിൽ നിന്ന് പ്രൈസ് സപ്പോർട്ട് എടുത്ത് അപ്പ് സൈഡിലോട്ട് പോയിട്ടുണ്ട്. ആൻഡ് ഇനി നെക്സ്റ്റ് മൂവ്മെൻറ്റും കാര്യങ്ങളും ഞാൻ എക്സ്പെക്ട് ചെയ്യണ പ്രൈസ് ഈ ഒരു ഓൾ ടൈം ഹൈ വരെയുള്ളൊരു മൊമെൻറ്റും കാര്യങ്ങളായിരിക്കും. ഈ ഒരു ഓൾ ടൈം ഹൈയിലോട്ടുള്ളൊരു മൊമെൻറ്റും കാര്യങ്ങളുമായിരിക്കും. ആൻഡ് ആ ഓൾ ടൈം ഹൈക്ക് തൊട്ട് മുമ്പ് ഒരു റെസിസ്റ്റൻസും കാര്യങ്ങളുണ്ട്. അതാണ് ഏകദേശം 3450 മുതൽ 3430 എന്ന് പറഞ്ഞ ആ ഒരു റേഞ്ച് വരെ. അത്രയും ഒരു ഏരിയ ആണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഡെയിലി ടൈം ഫ്രെയിമിൽ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് അവിടെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ. ഓൾമോസ്റ്റ് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1 2 3 3 തവണയോളം നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത ഒരു ഏരിയ ആണ് ഈ ഒരു നമ്മൾ പറഞ്ഞിട്ടുള്ള 3450 മുതൽ 3430 അല്ലെങ്കിൽ 32 ആ ഒരു ഏരിയ. ഇനി പ്രൈസ് അങ്ങോട്ട് വരുമ്പോൾ വീണ്ടും സെല്ലേഴ്സ് ആക്റ്റീവായി സെല്ല് ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഏരിയ എന്തായാലും നോക്കി വെച്ചിരിക്കുക. ആൻഡ് നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇവിടെ സപ്പോർട്ട് എടുത്തു. ആൻഡ് ഇനി നെക്സ്റ്റ് ഈ ഒരു ഓൾ ടൈം ഹൈയിലോട്ടൊരു മൊമെൻറ്റം തന്നെയായിരിക്കും. ഓക്കെ, ഈ ഒരു ഓൾ ടൈം ഹൈയിലോട്ടുള്ളൊരു മൊമെൻറ്റം തന്നെയായിരിക്കും എക്സ്പെക്ട് ചെയ്യണം. അതല്ല പ്രൈസ് ഇപ്പം നിൽക്കുന്ന ഏരിയ നിന്ന് ഡൗൺ ആവുകയാണ് ചെയ്യണമെങ്കിൽ, ഇവിടുന്ന് പ്രൈസ് ഒന്ന് ഡൗൺ ആവുകയാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഈ ഒരു സപ്പോർട്ട് ഏരിയയിലോട്ട് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു സെയിം സപ്പോർട്ട് ഏരിയയിലോട്ടുള്ളൊരു മൊമെൻറ്റും കാര്യങ്ങളുമാണ്. ഇവിടെ നിന്ന് പ്രൈസ് സപ്പോർട്ട് എടുത്തില്ല എങ്കിൽ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഏകദേശം 3250 മുതൽ 3237 ആ ഒരു റേഞ്ചിൽ സപ്പോർട്ട് ഏരിയ വരെ ആയിരിക്കും നെക്സ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടുന്ന് സപ്പോർട്ട് എടുത്തില്ലെങ്കിൽ. അപ്പോൾ ഇതാണ് എൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലെ വ്യൂസും കാര്യങ്ങളും. ആൻഡ് അതുപോലെ തന്നെ 4 hour ടൈം ഫ്രെയിമിലെ വ്യൂസും കാര്യങ്ങളും നോക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ഞാനിപ്പോൾ 4 hour ടൈം ഫ്രെയിമിലെ ചാർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വീക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന മൂവ്മെൻറ്റ്സും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഇവിടെ ഒരു ഹൈ ലോ ലോവർ ഹൈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത പ്രൈസ് വരുമായിരുന്നു. ഒരു ലോവർ ഹൈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത പ്രൈസ് വരുമായിരുന്നു. അതിൻ്റെ പ്രൈസ് ഈ ഒരു നമ്മൾ പറഞ്ഞിട്ടുണ്ടാകുന്ന ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അപ്പ് സൈഡിലോട്ടുള്ള മൊമെൻറ്റാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഹൈ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഹൈ പ്രൈസ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. ഇത്രയും നാൾ ബിയറിഷിലോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു ക്യാരക്ടർ എന്തായിരുന്നു, നേരെ ചേഞ്ചായി ബുള്ളിഷിലോട്ടായി. അതാണ് ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇൻഡിക്കേറ്റ് ചെയ്യണേ. ഒരു ലോവർ ഹൈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു പ്രൈസ് ഇവിടെ ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഹൈ പ്രൈസ് ബ്രേക്ക് ചെയ്തപ്പോൾ എന്തായാലും ചേഞ്ച് ഓഫ് ക്യാരക്ടറായി, പുതിയൊരു ഹൈ പ്രൈസ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതൊരു ലോ ഹൈ വീണ്ടും ഒരു ലോ ആൻഡ് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത പ്രൈസ് ഒരു അപ്സൈഡിലോട്ടൊരു മൊമെൻ്റ് ആണ് നമുക്ക് ഇനി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഇനി ഞാൻ 4 hour ടൈം ഫ്രെയിമിൽ എൻ്റെ ഒരു വ്യൂസും കാര്യങ്ങളും നോക്കുവാണെങ്കിൽ. ആൻഡ് ഇനി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് ഇപ്പോൾ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് പ്രൈസ് സസ്റ്റെയിൻ ചെയ്യാതെ വരുവാണെങ്കിൽ നെക്സ്റ്റ് ഞാൻ 4 hour ടൈം ഫ്രെയിമിലെ ഡൗൺ മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് 4 hour ടൈം ഫ്രെയിമിൽ നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ ആണ് 3300 മുതൽ 3295 എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ട് ഏരിയ. ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ ഏകദേശം ഒരുപാട് തവണയോളം നല്ല സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഏരിയ ആണ് ആ ഒരു സപ്പോർട്ട് ഏരിയ. നോക്കുകയാണെങ്കിൽ ഏകദേശം 1 2 3 4 തവണയോളം നല്ല സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു 4 hour ടൈം ഫ്രെയിമിലെ ഈ ഒരു സപ്പോർട്ട് ഏരിയ 3300 മുതൽ 3296 വരെയുള്ള ആ ഒരു ഏരിയ. ആൻഡ് ഇവിടെ ഇപ്പം നിൽക്കുന്ന ആ ഒരു കറണ്ട് ഏരിയയിൽ നിന്ന് പ്രൈസ് സസ്റ്റെയിൻ ചെയ്തില്ല. അപ്പോൾ സെല്ലേഴ്സ് ആക്റ്റീവ് ആണെങ്കിൽ
ഇവിടുന്ന് പ്രൈസിങ് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് വന്ന് സപ്പോർട്ട് എടുത്ത് അപ്സൈഡിലോട്ടൊരു മൊമെൻറ്റം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 4 ടൈം ഫ്രെയിമിൽ ഇനി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ്. ഒന്നിപ്പോൾ കറൻ്റ്ലി നിൽക്കുന്ന ഏരിയയിൽ നിന്ന് പ്രൈസ് ബുള്ളിഷായി ഈ ലേറ്റസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ഹൈ പ്രൈസ് ബ്രേക്ക് ചെയ്ത് പോവുക. ആൻഡ് അതുപോലെ തന്നെ ഈ നിൽക്കുന്ന കറൻ്റ്ലി ഏരിയയിൽ നിന്ന് സെല്ലേഴ്സ് ആക്റ്റീവായി സെല്ല് ചെയ്ത് നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് അപ്സൈഡിലോട്ടൊരു മൊമെൻ്റ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യണത്. ആൻഡ് പ്രൈസ് ഈ ഒരു ഹൈ പ്രൈസ് നെക്സ്റ്റ് ഇനി ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് 4 ടൈം ഫ്രെയിമിൽ ഞാൻ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് ഞാൻ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഒരുപാട് തവണയോളം റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഏരിയ ആണ് 4 ടൈം ഫ്രെയിമിലെ ഈ ഒരു ഏരിയ. ആൻഡ് ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഹൈ പ്രൈസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വ്യൂസും കാര്യങ്ങളും ഈ റെസിസ്റ്റൻസിലോട്ടുള്ള ഒരു വ്യൂസാണ്. അത് ഏകദേശം വരുന്ന 3402 മുതൽ 3392 എന്ന് പറഞ്ഞ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ വരെ ആയിരിക്കും എൻ്റെ വ്യൂസും കാര്യങ്ങളും 4 ടൈം ഫ്രെയിമിൽ. ഇതാണ് എൻ്റെ 4 ടൈം ഫ്രെയിമിലെ വ്യൂസും കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ ഞാൻ ഗോൾഡിൽ എടുത്തിട്ടുണ്ടായിരുന്ന എൻ്റെ എൻട്രിയും കാര്യങ്ങളും ഇതായിരുന്നു. കഴിഞ്ഞ വീക്കിൽ ഈ ഒരു പ്രൈസ് ഇവിടെ ഒരു നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു 1 2 3 4 4 തവണയോളം നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ട്രെൻഡ് ലൈൻ പ്രൈസ് ഇവിടെ നല്ലൊരു ക്യാൻഡിൽ ക്ലോസ് കിട്ടി ബ്രേക്ക്ഔട്ട് ചെയ്തു. ആൻഡ് അതേ ടൈമിൽ പ്രൈസ് ഇവിടെ റീടെസ്റ്റ് ചെയ്ത് ഇവിടെ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടി, നല്ലൊരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിയപ്പോൾ അവിടെയായിരുന്നു ഒരു എൻ്റെ എൻട്രിയും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു നല്ലൊരു ക്യാൻഡിൽ ക്ലോസിലായിരുന്നു എൻട്രി വെച്ചായിരുന്നു. ആൻഡ് ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ അവിടെ ആ ഒരു എൻട്രി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനത് എക്സിറ്റ് ചെയ്തായിരുന്നു. ബിക്കോസ് 6 മണിക്ക് എൻ്റെ ന്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒരു 3 ന്യൂസോളം ഉണ്ടായിരുന്നു. എസ് ഡി ആണെന്ന് എനിക്ക് ആ ഒരു എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ഒരു ന്യൂസിൻ്റെ ആ ഒരു ക്യാൻഡിൽ. അത് ഹോൾഡ് ചെയ്തായിരുന്നു നല്ലൊരു പ്രോഫിറ്റ് എടുക്കാമായിരുന്നു. പക്ഷേ അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് പോയിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ക്യാപിറ്റലിന് എന്ത് സംഭവിക്കും, നമ്മുടെ ഇമോഷൻസിന് എന്ത് സംഭവിക്കും, അതൊക്കെയാണ് നമ്മൾ ഫസ്റ്റിലേ നോക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രൈസ് ഒന്ന് ചെറിയതായിട്ട് ഡൗൺ ആയപ്പോൾ തന്നെ ഒരു 545 ആയപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഒരു എൻട്രിയും കാര്യങ്ങളും എക്സിറ്റ് ചെയ്തായിരുന്നു. ബിക്കോസ് നെക്സ്റ്റ് ഒരു വലിയ മൂവ്മെൻ്റ് ആണ് ഉണ്ടാവണേ. ഏത് ഡയറക്ഷനിലോട്ടാണെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ എടുക്കാതെ പോവും. ഒരുപാട് വലിയ ലോസ് നമുക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു പ്രോഫിറ്റിൽ ഞാനിവിടെ എക്സിറ്റ് ആയിരുന്നു. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. നമുക്ക് നെക്സ്റ്റ് ഇനി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് പിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിറ്റ്കോയിൻ്റെ നെക്സ്റ്റ് വ്യൂസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ബിറ്റ്കോയിൻ്റെ വ്യൂസും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഇവിടെ ഒരു ലോ ഹൈ ഹയർ ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് പോവാണ്. ആൻഡ് പ്രൈസ് ഇവിടെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് പ്രൈസ് ക്രിയേറ്റ് ചെയ്തായിരുന്നു. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ലിക്വിഡിറ്റീസും കാര്യങ്ങളും പ്രൈസ് എടുത്തതിന് ശേഷം നെക്സ്റ്റ് ഒരു അപ്പ് മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാമെന്നായിരുന്നു ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് പ്രൈസ് ഈ ഒരു ഏരിയയിൽ നോക്കുവാണെങ്കിൽ ഇവിടെ പ്രൈസ് ക്യാൻഡിൽസ് എല്ലാം ചെറുതായി വരുവാണ്, വോളിയം കുറഞ്ഞു വരുമായിരുന്നു. ആൻഡ് അവിടെ ബയ്യേഴ്സ് കുറഞ്ഞു വരുന്നു. ആൻഡ് ഇനി സെല്ലേഴ്സ് ആക്റ്റീവ് ആവാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവിടെ ബയ്യേഴ്സ് കുറഞ്ഞ സെല്ലേഴ്സ് ആക്റ്റീവായി പ്രൈസിന് സെല്ല് ചെയ്ത് നമ്മുടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ തൊട്ടടുത്ത് വരെയാണ് വന്നിട്ടുണ്ട്. അവിടുന്ന് സപ്പോർട്ട് എടുത്ത് പ്രൈസ് നെക്സ്റ്റ് കയറിപ്പോയി. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രെൻഡ് ലൈൻ ഡെയിലി ടൈം ഫ്രെയിമിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ പ്രൈസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ 1,10,798 മുതൽ 1,10,306 എന്ന് പറഞ്ഞ ആ ഒരു നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഏരിയ വരെയാണ് ഞാൻ എൻ്റെ ബിറ്റ്കോയിൻ്റെ വ്യൂസും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് ഈ ലിക്വിഡിറ്റിയുടെ തൊട്ടടുത്ത് വരെ വന്നിട്ട് പ്രൈസ് നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ പ്രൈസ് ബ്രേക്ക് ചെയ്ത് ഞാൻ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ റെസിസ്റ്റൻസ് എടുത്ത് നമ്മുടെ ഈ ഒരു ട്രെൻഡ് ലൈനിലാണ് പ്രൈസ് വന്നു നിൽക്കുന്നത്. ഇതെന്താണ് ഈ ട്രെൻഡ് ലൈനിൽ പ്രൈസ് വന്നു നിൽക്കുന്നത്? ദാറ്റ് വാസ് എ റീടെസ്റ്റ് പ്രൈസ്. ഈ ഒരു ട്രെൻഡ് ലൈൻ പ്രൈസ് ഇപ്പോൾ ഒരു ബ്രേക്ക്ഔട്ട് നടത്തിയിട്ടുണ്ട്. അതൊരു നല്ലൊരു ബ്രേക്ക്ഔട്ടാണെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് അതിൻ്റെ ഒരു ക്യാൻഡിലും കാര്യങ്ങളും നോക്കുവാണെങ്കിൽ ഒരു നല്ലൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ എന്ന് പറയാൻ പറ്റില്ല. ആൻഡ് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് ലൈനാണ്. ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ പ്രൈസ് ഇപ്പോൾ റീടെസ്റ്റ് എടുത്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു ട്രെൻഡ് ലൈനിൻ്റെ താഴെ പ്രൈസ് ഒരു നല്ലൊരു ബ്രേക്ക്ഔട്ട് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രെൻഡ് ലൈൻ ഇപ്പോഴും വാലിഡ് ആയിട്ട് തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ട്രെൻഡ് ലൈനിൽ പ്രൈസ് സപ്പോർട്ട് എടുത്ത് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടുവാണെങ്കിൽ നെക്സ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യണേ ഫസ്റ്റിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടാകുന്ന ഈ ഒരു ഇപ്പോൾ പറഞ്ഞ ഈ ഒരു 1,10,770 മുതൽ 1,10,000
10,360 എന്ന് പറഞ്ഞ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ എവിടെയാണ്. ആൻഡ് അത് പ്രൈസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് നമുക്കൊരു ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ പ്രൈസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഓൾ ടൈം ഹൈ തന്നെയാണ്. ആൻഡ് അഥവാ പ്രൈസ് ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ താഴെയാണ് പ്രൈസ് വന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലോട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ടുള്ള മൂവ്മെൻറ്റും കാര്യങ്ങളും തന്നെയാണ്. ബിക്കോസ് ഞാൻ അങ്ങോട്ട് എക്സ്പെക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പ്രൈസ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ അടുത്ത് വരെ വന്നിട്ട് അപ്പ് സൈഡിലോട്ട് പോയി. അപ്പോൾ ഇവിടെ ഒരുപാട് ലിക്വിഡിറ്റീസും കാര്യങ്ങളുണ്ട്. ഓൾറെഡി ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ട്. അതുപോലെ തന്നെ പ്രൈസ് അതിൻ്റെ അടുത്ത് വരെ വന്നിട്ട് വീണ്ടും പ്രൈസ് കയറിപ്പോയി. അപ്പോൾ ഇവിടെ ഈ ഒരു ലോയ് ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും എന്താണ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ അകത്തും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് ഇനി പ്രൈസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ലിക്വിഡിറ്റീസ് അവർക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ പ്രൈസ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ടുള്ളൊരു നെക്സ്റ്റ് മൂവ്മെൻറ്റും കാര്യങ്ങളാണ് പ്രൈസ് ഇവിടുന്ന് സപ്പോർട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും ഞാൻ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ബിറ്റ് കോയിൻ്റെ ന്യൂസും കാര്യങ്ങളും നെക്സ്റ്റ് വീക്കിലോട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീക്കിലോട്ടുള്ള ന്യൂസും കാര്യങ്ങളും നമ്മൾ നോക്കുവാണെങ്കിൽ മൺഡേ നോക്കുവാണെങ്കിൽ യാതൊരു ന്യൂസും കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് ട്യൂസ്ഡേ ന്യൂസും കാര്യങ്ങളൊന്നുമില്ല. യൂസ്ഡേയിൽ കുറച്ച് ഹൈ ഇമ്പാക്ട് ന്യൂസ് ഉണ്ട്. ആൻഡ് വെനസ്ഡേ നോക്കുവാണെങ്കിൽ നമുക്ക് യൂസ്ഡേയിൽ ഒരു ഹൈ ഇമ്പാക്ട് ന്യൂസ് ഉണ്ട്. ഫോമി മീറ്റ് എന്ന് പറഞ്ഞൊരു 11:30 വരുന്നൊരു ഹൈ ഇമ്പാക്ട് ന്യൂസാണ്. ആ ഒരു ടൈം നോക്കി വെച്ചേക്കുക. ആൻഡ് തേഴ്സ്ഡേ നോക്കുവാണെങ്കിൽ നമുക്കൊരു ന്യൂസ് ഉണ്ടാകും. അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസിൻ്റെ ഒരു 6 PM ഒരു ഹൈ ഇമ്പാക്ട് ന്യൂസാണ്. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചോളുക. ആൻഡ് ഫ്രൈഡേയും നമുക്ക് യൂസ്ഡേയിൽ മേജറായിട്ടുള്ള ന്യൂസും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഇത്രയും ന്യൂസും കാര്യങ്ങളുമാണ് നെക്സ്റ്റ് വീക്കിലോട്ടുള്ളത്. അപ്പോൾ ന്യൂസും കാര്യങ്ങളും നോക്കി നമ്മുടെ സ്ട്രാറ്റജി എല്ലാം പ്രോപ്പറായിട്ട് നോക്കി നമ്മുടെ ഇമോഷൻസിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് ട്രേഡിങ് കാര്യങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുക. ആ ഒരു ന്യൂസിൻ്റെ ടൈമിൽ ട്രേഡിങ് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ആൻഡ് നമ്മുടെ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക.